രാജ്യത്ത് മോദി ഭരണം മതിയെന്ന് ജനങ്ങൾ പറയുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഭരണം വീണ്ടും വീണ്ടും വേണമെന്ന് ജനങ്ങൾ ആവർത്തിച്ചു പറയുന്നത്. അത് മോദി ഭരണം തന്നെയാണ്. 6ാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാശ്മീരിലടക്കം വലിയ രീതിയിലുള്ള പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു. BJP അനുകൂല കാറ്റ് രാജ്യത്ത് ശക്തിയായി വീശുന്നു എന്ന് വ്യക്തമാവുകയാണ്. ഇന്ത്യയുടെ വികസനം അത്രത്തോളം പുരോഗമിച്ചിരിക്കുന്നു. ഇതുവരെ രാജ്യത്ത് നടന്ന ഒരു തിരഞ്ഞെടുപ്പിലും ഒരു നേതാവിനെ ജനങ്ങൾ ഇതുപോലെ അംഗീകരിക്കുന്നതോ അനുഗ്രഹിക്കുന്നതോ കണ്ടിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ തന്നെ പറയുന്നു. ഇന്ത്യയെ ആഗോള ശക്തിയാക്കി മാറ്റാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിൽ ജനങ്ങൾ വിശ്വാസമർപ്പിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു. നരേന്ദ്രമോദിക്ക് ജനങ്ങൾ ഇക്കുറി 400-ലധികം സീറ്റുകൾ നൽകും. കഴിഞ്ഞ 10 വർഷമായി വാരണാസി കാണുന്ന വികസനം ഇതേപോലെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. വാരണാസിയിൽ മാത്രമല്ല, രാജ്യത്തൊട്ടാകെ ജനങ്ങൾ ഒന്നാകെ മോദി അധികാരത്തിൽ വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ത്യ സഖ്യം അതിൽ അസ്വസ്ഥരാണ്. അഴിമതിക്കാരുടെ കൂട്ടായ്മയാണ് ഇത്. വ്യാജ പ്രചരണങ്ങൾ നടത്തി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നത് മാത്രമാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ലക്ഷ്യം. പ്രധാനമന്ത്രിയെ രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങൾ വളരെ ആവേശത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നതും കാണുന്നതും. ഇത് BJP അനുകൂല നിലപാട് തന്നെയാണ്. അദ്ദേഹം അവരുടെ ഹൃദയവും മനസ്സും കീഴടക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ അനുഗ്രഹം പ്രധാനമന്ത്രിക്ക് ഒപ്പമുണ്ടാകും. ഇതെല്ലാം ഇന്ത്യ സഖ്യത്തെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ അവർ പ്രധാനമന്ത്രിക്കെതിരെ ഉയർത്തുന്നത്. ജനങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ചുകൊണ്ടാണ് അയോധ്യയിൽ ഇന്ന് രാമക്ഷേത്രം പോലും ഉയർന്നിരിക്കുന്നത്. ജനങ്ങളുടെ വിശ്വാസത്തെ ബഹുമാനിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്തത്. പ്രതിപക്ഷം രാമക്ഷേത്രത്തിനെതിരെയും അധിക്ഷേപകരമായ പ്രസ്താവനകൾ നടത്തുന്നു. എന്നാൽ ഭഗവാനെ അയോധ്യയിലേക്ക് തിരികെ എത്തിച്ച പ്രധാനമന്ത്രിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന് പ്രതിപക്ഷത്തിന് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. വികസനം നടപ്പാക്കണമെന്ന് ജനങ്ങൾ എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് NDA സർക്കാരിൽ ജനങ്ങൾ വിശ്വാസമർപ്പിച്ചിട്ടുണ്ടെന്നും പീയൂഷ് ഗോയൽ പറയുന്നു. രാജ്യത്ത് മോദി ഭരണം ഇനിയും ഉണ്ടാകണമെന്ന് തന്നെയാണ് ജനങ്ങളുടെ ആവശ്യം. പ്രതിപക്ഷങ്ങൾ ഹിന്ദുത്വവും വർഗീയതയും പറഞ്ഞ് BJPക്കെതിരെ ആയുധമാക്കുമ്പോൾ രാജ്യം മോദി ഭരണത്തിനായി കാത്തു നിൽക്കുന്നു എന്ന് ജനങ്ങൾ തന്നെ വ്യക്തമാക്കുകയാണ്. രാജ്യം ഇത്തവണയും മോദി ഭരണം കൈയടക്കുമെന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്.